മലപ്പുറം ഐക്കരപ്പടിയിൽ വൻ കഞ്ചാവ് വേട്ട 50 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പെങ്ങോട് ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവ് ഉണ്ടായിരുന്നത്. 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് അവിടേക്ക് ഈ സംഘം, പോലീസ് എക്സൈസ് സംഘം എത്തിയത്? അതിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അല്പസമയം മുന്നെയാണ് ഈ കഞ്ചാവ് വേട്ട ഉണ്ടായിരിക്കുന്നത്. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഐക്കരപ്പടിക്കടുത്ത് പേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് 50 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആളൊഴിഞ്ഞ വാടകയ്ക്ക് നൽകിയ ഒരു വീട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 50 കിലോ കഞ്ചാവ് വ്യത്യസ്ത പാക്കറ്റുകളിലാക്കി മാറ്റി സൂക്ഷിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ഈ വീട് വാടകയ്ക്ക് നൽകിയതാണ്. അങ്ങനെ വാടക എടുത്ത ആളുകളാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് സൂക്ഷിച്ചത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും എവിടെ നിന്നാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നത്, ആർക്കൊക്കെയാണ് ഇവർ വിതരണം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ പാക്കറ്റുകളൊക്കെ തിരിച്ചത് കൊണ്ട് തന്നെ ഇത് കച്ചവടത്തിനായി സൂക്ഷിച്ചതാണ് അല്ലെങ്കിൽ മൊത്ത വിതരണക്കാരാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായ കഞ്ചാവ് കടത്തുകാരിൽ നിന്നും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഈ പ്രതികൾ വലയിലായത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. പ്രതികളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് കഴിഞ്ഞാൽ പേരടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു കഞ്ചാവ് വേട്ടയാണ് നിലവിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. സമീർ, ഈ മേഖലയിൽ വ്യാപകമായി ഇത്തരം കഞ്ചാവ് വിൽപ്പനയും ഒക്കെ ഉള്ളതാണോ? ഇത് ആളുകളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ഈ ആവശ്യക്കാർക്ക് നൽകാനും ഒക്കെ ആയിരിക്കുമല്ലോ ഇതൊരു ഗോഡൌൺ പോലെ അവിടെ സൂക്ഷിച്ചത്. അത്തരം ഈ ലഹരി സംഘങ്ങളുടെ വലിയ ഭീഷണിയുള്ള അല്ലെങ്കിൽ അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണോ ഇത്? വിജയകുമാർ, കൊണ്ടോട്ടി മേഖലയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഈ ലഹരി കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഐക്കരപ്പടി മേഖലയിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ലഹരി കച്ചവടമോ ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടക്കുന്ന ഒരു കേന്ദ്രമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുകൂടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു മറവ് കൂടി കണക്കിലെടുത്തായിരിക്കണം ഈ പ്രതികൾ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഈ കഞ്ചാവ് സൂക്ഷിച്ചത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കൊണ്ടോട്ടിയിലൊക്കെ തന്നെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന് പരിസരത്തൊക്കെ തന്നെ നേരത്തെ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടന്നിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിരുന്നു. ഇവിടെ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഐക്കരപ്പടിയിൽ അത്ര വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ട സമീപകാലത്ത് തന്നെ ആദ്യമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് അതീവ രഹസ്യമായിട്ടുള്ള നീക്കത്തിനൊടുവിലാണ് ഈ ഒരു കഞ്ചാവ് വേട്ട നടത്തിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വീട്ടിലുണ്ടായിരുന്ന 3 പേരെ പോലീസിന് അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ പാക്കറ്റുകളൊക്കെ തിരിച്ച് വ്യത്യസ്ത ഭാരം അല്ലെങ്കിൽ തൂക്കിയിട്ടുള്ള വ്യത്യസ്ത പാക്കറ്റുകളൊക്കെ തിരിച്ചുള്ള കഞ്ചാവാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് ഈ പ്രതികൾ കൊണ്ടുവന്നിട്ടുള്ളത്, മാത്രമല്ല എത്ര വർഷത്തോളമായി ഇവർ കഞ്ചാവ് നടത്തുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പ്രതികൾ നേരത്തെയും പല കേസുകളിൽ പ്രതിയായവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായത് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം എന്നുള്ളതാണ്. ഏതായാലും പോലീസിന് വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു, വിശദമായ മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത്, ആർക്കൊക്കെ വേണ്ടിയാണ് കഞ്ചാവ് കടത്തിയതെന്നുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും വലിയ ഒരു കഞ്ചാവ് വിതരണ കണ്ണികൾ തന്നെയാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സമീപകാലത്ത് ഈ ലഹരിയുമായി ഇടപാടുമായി ബന്ധപ്പെട്ട ഈ അക്രമങ്ങളും എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ എക്സൈസും പോലീസും ഒക്കെ വലിയ തരത്തിലുള്ള പരിശോധനയും അന്വേഷണവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇപ്പോൾ വലിയൊരു കഞ്ചാവ് വേട്ട കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഐക്കരപ്പടി പേങ്ങോട് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. മലപ്പുറം ഐക്കരപ്പടിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. 50 കിലോ കഞ്ചാവാണ് അവിടെ ഒരാളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് എത്തിച്ചത്, ആരൊക്കെയാണ് ഇത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്, ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് തുടങ്ങിയ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.